നന്ദി തനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1569 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം ഗുരുവായ ഡോക്ടർ ശ്രീ എം ശ്രീധരക്കുറുപ്പ് സാറാണ്. റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടറോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്നത്തെ വിഷയം ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം ചോദ്യോത്തരവേദി എന്നുള്ളതാണ്. ഇതിലേക്കായി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നമസ്കാരം. നമ്മുടെ ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ ക്രിസ്ത്യൻ പട്രിക് സാമുവൽ ഹെൽമാൻ, അതുപോലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരും, കേൾക്കാമോ? കേൾക്കാം സാർ. എൻ്റെ എല്ലാ ഗുരുക്കന്മാരും, അതുപോലെ തന്നെ എൻ്റെ എല്ലാ വെൽവിഷേഴ്സും, അതുപോലെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മുടെ IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള മോഡറേറ്റേഴ്സ്, അതുപോലെ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മാനസിക രോഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ഇടയ്ക്കും ചോദിക്കാം. അങ്ങനെയാകാവോ? മോഡറേറ്ററോടാ? ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. അന്നേരം ആദ്യം ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ടച്ച് ചെയ്യാത്ത ചില ഭാഗങ്ങളെ കുറിച്ച്, രോഗഭീതി അല്ലെ ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയും. അതായത് നമുക്ക് എപ്പോഴും രോഗമാണെന്നുള്ളൊരു, സത്യത്തിൽ വലിയ രോഗമില്ല, പക്ഷെ രോഗമാണെന്നുള്ള ഒരു തോന്നലാണ്. പ്രത്യേകിച്ചും അത് കൂടുതൽ ദഹനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ടതും ഭയങ്കരമായുള്ള പേടി, മലബന്ധം, ഇതൊക്കെ കാണുകയാണെങ്കിൽ നക്സോമിക്ക് ഇറിറ്റബിലിറ്റി കാണും, ആങ്കർ കാണും. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ നക്സോമിക്കാണ്. പൊട്ടൻസി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം ചിലർ ഹൈ പൊട്ടൻസി ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ 50 മില്ലിസ്മെൻ പൊട്ടൻസി ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ ലോ പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ തരത്തിലുള്ളവരും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അവനവൻ തന്നെ സെലക്ട് ചെയ്തുകൊള്ളുക. 2, ആരോഗ്യമില്ലാത്ത രോഗികളിൽ കണ്ടുവരുന്ന രോഗഭീതി. അതായത് അവർക്ക് എപ്പോഴും നോക്കിയാലും എനിക്കൊരു സുഖമില്ല, ശാരീരികവും മാനസികവും വൈകാര്യമായിട്ട് എനിക്ക് ഒരിക്കലും സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും എന്നിട്ട് എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞേച്ച് ഇങ്ങനെ അവർക്കും കാണും. കൂടുതലും ഇതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാർക്കും കാണുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ മലബന്ധമാണ്. അവർക്ക് കൂടുതലും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ സാരമില്ല ശരിയാകുമെന്ന് പറയുമ്പോഴത്തേനും അവരിരുന്ന് കരയും, ദുഃഖമൊക്കെ കൂടുതലായിരിക്കും. എല്ലാവർക്കും അറിയാം നേട്ടം മോറ്. അടുത്തത് ജീവിതത്തോട് വിരക്തി തോന്നുന്നു. ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പം ഇതൊക്കെ വായിക്കുമ്പം തന്നെ പലർക്കും ഇതിൻ്റെ അകത്ത് മെറ്റാമിനിക്കാതെ ശരിക്കും അറിയാവുന്ന സീനിയറായിട്ടുള്ള പല ഡോക്ടർമാർക്കും എന്താ മെഡിസിൻ എന്ന് ഈ നമ്മൾ സിംറ്റംസ് വായിക്കുമ്പം തന്നെ മനസ്സിലാകും. ശരിക്ക് മെറ്റാമിനിക്ക സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരും രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഈ സിംറ്റംസ് കേൾക്കുമ്പോൾ. അതായത് ജീവിതത്തോടൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഈ ജീവിച്ചിരുന്നിട്ട് എനിക്കൊരു ഗുണവും ഇല്ല, ഞാൻ തന്നെ എന്നോട് മടുത്തു, ഇനി എന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതിനോടുകൂടി സൂയിസൈഡ് ടെൻഡൻസി, ചിലപ്പോൾ അവർ ഒരുപക്ഷെ ഇതിനു മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു കാണും. എന്നാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതുകൊണ്ട് പേടി കൊണ്ട് അവർ പിന്തിരിയും. അങ്ങനെയുള്ള കേസിൽ RMET ഈ അടുത്ത കാലത്ത് എനിക്ക് 1-2 പേഷ്യൻ്റ് വന്നു. പ്രത്യേകിച്ചും കൂടുതൽ ഈ പ്രായമായവരിൻ്റെ
കൂടുതൽ നമുക്ക് കാണാം. ഈ തരത്തിലുള്ള പ്രായമായി കഴിയുമ്പോഴത്തേനും പഴയുള്ള പ്രതാപങ്ങളൊക്കെ നശിച്ചു, പഴയുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി കുറഞ്ഞു, സ്വന്തം മക്കൾ പോലും പറഞ്ഞാൽ കേൾക്കാതായി. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഡിപ്രഷൻ കണ്ടമാണ്. ഡിപ്രഷൻ്റെ കൂടിയ സ്ഥിതിയിലാണ് ഈ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഓറമെറ്റാണ്. രണ്ടാമത്തെ മരുന്ന് നേട്രമോറാണ്. നേട്രമോറിനും ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ പേടി. ഇതിന് രണ്ടിനുമുണ്ട് പേടി. രണ്ടും ഇതിനോടകം ട്രൈ ചെയ്ത് കാണും. പക്ഷെ മൈൽഡായിട്ടുള്ള ഇതാണെങ്കിൽ കൂടുതൽ ഡിപ്രഷൻ ഉണ്ട്, പക്ഷേ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നേട്രമോറും, ക്രോണിക്കിൽ നേട്രമോറും, അക്യൂട്ടിൽ ഇഗ്നേഷ്യാണ്. പിന്നെ ചില അതായത് കൂടുതൽ മൈഥുനാസക്തിയിൽ നിന്നും അഴക്കിൽ നിന്നുണ്ടാകുന്ന, അതായത് സപ്രഷൻ ഓഫ് ദി സെക്സ് ഫീലിങ്സ്, അങ്ങനെ വന്നതാണെങ്കിൽ പണയം വെക്കാം. ഇത് കൂടുതലും ഓൾഡ് ഏജിൽ ചിലപ്പം ഒന്നീ വളരെ സുഖമായിട്ട് ജീവിച്ച ഭാര്യയും ഭർത്താവും, അതുപോലെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ കല്യാണം കഴിക്കാത്തവരും കൂടുതലുണ്ട്. പെണ്ണാണേലും കൊള്ളാം, ആണേലും കൊള്ളാം. അങ്ങനെയുള്ള ഈ സെക്സൽ സപ്രഷൻ വന്നിട്ടുള്ള കേസിൽ പണയന്മാർക്ക് വളരെ ഒരു ഉഗ്രം മെഡിസിനാണ്. അതായത് ചിലപ്പോൾ ഭാര്യ മരിച്ചു പോകും, നേരത്തെ നല്ല സുഖമായിട്ടുള്ള ജീവിതത്വമായിരുന്നു. അകാലം മരണപ്പെട്ട ഭാര്യ ഭർത്താവായി കഴിഞ്ഞാൽ മറ്റേയാൾക്കുണ്ടാകുന്ന ഒരു ഫീലിങ്, അതായത് എപ്പോഴും രോഗമാണെന്നുള്ളൊരു തോന്നൽ വന്നാൽ അവിടെ പണയമ്മയ്ക്ക് ഒരു വണ്ടർഫുൾ മെഡിസിനാണ്. പിന്നെ ആർത്തവകാലത്തിന് മുമ്പ് രോഗഭീതി, വിഷാദം, ദുഃഖം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആക്ടിയ റെസിമോസ് ആണ് മെഡിസിൻ. താൻ ജീവിക്കുവാൻ ഒരു തരത്തിലും യോഗ്യനല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനുകൊണ്ട് മരിക്കാൻ ഭയം. വിഷാദമുണ്ടെങ്കിലും മരിക്കാനായിട്ട് ഭയങ്കര ഭയമാണ്. ഈ മൂന്നും മെഡിസിനും, ഒന്ന് ആറമ്മറ്റ്, നാട്രൻസപ്പ് ആൻഡ് ആക്ടിയ റെസിമോസ. പിന്നെ രോഗത്തോടുള്ള ഭീതിയും ദുഃഖം ഉണ്ടെങ്കിൽ കാരിപ്പോസ്, ഈ ബയോകെമിക്കൽ ഞാൻ കൊടുക്കാറുള്ളതാണ്. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാറുള്ള ഒരു മെഡിസിനാണ് കാരിപ്പോസ് 6X നേട്രമോറും കൊടുക്കാറുണ്ട്. ഈ ഹൈപ്പോകോൺട്രിയാസിസിൽ രോഗഭീതി ഉണ്ടായാൽ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ് ഇത്. ഈ അടുത്തത് ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. സാറേ പറഞ്ഞതിന് ഓറമെറ്റും നാട്രം സൾഫാണോ നാട്രം മൂറാണോ? നേട്ടം സൾഫ്. ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നേട്ടം സൾഫ്. പക്ഷേ നേട്രമോറിന് അത്രയും സൂയിസൈഡ് ടെൻഡൻസി കാണുകയില്ല. പക്ഷെ ക്രോണിക് വിഷാദ രോഗങ്ങളിൽ നേട്രമോറാണ്. അക്യൂട്ടിൻ്റെ ഇതിൽ കൊടുക്കുന്നത് ഇഗ്നേഷ്യാണ്. എനിക്ക് വർഷങ്ങളായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഇത് പുസ്തകത്തിൽ ഇത് മാത്രം എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല, അതിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ ഓറമെറ്റും നാട്രം സൾഫും സിമിസിറ്റ്യൂബും. അതെ. അതുപോലെ ഈ അഥവാ അറ്റംപ്റ്റ് ചെയ്തുള്ളവർക്ക് ഈ ഓറമെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നേട്രം സൾഫം മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും പിന്നെ സൂയിസൈഡ് ചെയ്തിട്ടില്ല. അതായത് ഞാൻ ചിലരൊക്കെ എന്നെ കളിയാക്കുന്നവരുണ്ട്, ഈ സൂയിസൈഡ് ഇന്നേവരെ ഒരാളെ പോലും ഞാൻ ട്രീറ്റ് ചെയ്തവർ കുറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പം ഒരു വേണുഗോപാലൻ റെഡ്യാർഡ് പറയും, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടോ ഡോക്ടർ കുറുപ്പിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടാൻ പറയും. അവർക്കൊന്നും നമ്മുടെ മരുന്നിൻ്റെ ആ പ്രവർത്തനം എന്തുമാത്രം ഡീപ്പാണെന്ന് അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവരൊക്കെ എന്നെ ചെറുപ്പം പിടിച്ച് കളിയാക്കാറുണ്ട്, സൂയിസൈഡ് ഉണ്ടെങ്കിൽ ഡോക്ടർ കുറുപ്പിൻ്റെ അടുത്തോട്ട് വിട്ടാൽ മതി എന്ന് പറയുന്നത്. ശരിയാ, ഞാൻ ഇന്നേവരെ ഫെയിലിയർ ആയിട്ടില്ല. സൂയിസൈഡ് ടെൻഡൻസി 350 ചിലവാനും കേസുകൾ കഴിഞ്ഞ 25 വർഷത്തിനകം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ പോലും പിന്നീട് സൂയിസൈഡിന് ശ്രമിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിംഗ് കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ തെറാപ്പികളുണ്ട്. അതുകൂടെ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് പല ജീവനുകളും രക്ഷിക്കാൻ സാധിക്കും. അടുത്തത് അലസത അല്ല ഇൻഡോളൻസ്. മദ്യപാനികളിൽ കാണുന്ന അലസതയാണ്. അവർക്ക് ഒന്നും ചെയ്യണമെന്നില്ല, വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം അടിച്ചുകൊണ്ടിങ്ങനെ ഉണ്ടാവും. ഒരു ഉത്തരവാദിത്വമല്ലോ വീട്ടിൽ. എന്ത് കിട്ടിയാലും വീട്ടിൽ കാണുന്നതെല്ലാം വിൽക്കും. വീട്ടിലൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ
അലസമായിട്ട് നടക്കുന്ന ആൾക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് കാർബോണിയം സൾഫ്. കാർബോണിയം സൾഫ്. പിന്നെ സ്വന്തം തൊഴിലിനോട് ഒരു താല്പര്യമില്ല, പിന്നെ അങ്ങ് ചെയ്യും. അങ്ങനെയുള്ള ഒരു വിരക്തി, തൊഴിലിനോടൊക്കെ ഉള്ള പൊതുവെ ഒരു വിരക്തി വന്നാൽ, പക്ഷേ ചെയ്ത് അങ്ങ് മടുത്തത് കൊണ്ടാണ്. അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെപ്റ്റിയയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിംറ്റം ഒക്കെ ഇപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിലും പലരും ഇവിടെ പറഞ്ഞു. ഡോക്ടർ ഹരിഹരൻ പറഞ്ഞു, ഡോക്ടർ മനീഷ് എല്ലാം പറഞ്ഞാണ്. അതുകൊണ്ട് അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കൊല്ലപ്പൊടി സൂചിപ്പിക്കേണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. പേര് മാത്രമേ പറയുന്നുള്ളൂ കൂടുതൽ. അത് സെപ്റ്റിയ തന്നെ ഒരു മെഡിസിനാണ്. സാധാരണ രോഗികളിൽ അലസതയും വെറുപ്പും വിഷാദവും കാണുന്നു. അമിതമായ സ്വാർത്ഥത, അതായത് വളരെ സെൽഫിഷായിരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ തീരെ കഴിയുന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം മെഡിസിൻ അതാണ്. ശരീരം കുഴയുവാനോ കുളിക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല, സൾഫറാണ്. അതൊരു ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. ഏതൊരു ഡിസീസിനും ഫലം കിട്ടാതെ വരുമ്പോൾ ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ മിയാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, സോറ ഈസ് ദി ഫണ്ടമെന്റൽ കോസ് ഓഫ് ഓൾ ഡിസീസ്. ഈ സോറിക് മിയാസം കൊണ്ടാണ് പല ഇൻഡിക്കേറ്റഡ് മരുന്നും പ്രവർത്തിക്കാതെ വരുമ്പം നമുക്ക് കൊടുക്കാവുന്ന 1-2 മരുന്നുകളിൽ ഒരെണ്ണമാണ് സൾഫർ. അത് ഇവിടെയും കൊടുക്കാം. രോഗികളിൽ അലസതയും വെറുപ്പും വിഷാദവും അതുപോലെ കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഇതിപ്പം ഒരുപാട് പിള്ളേരൊക്കെ ആണെങ്കിൽ കുളിമുറി പോയി കുളിക്കുന്ന കൂട്ട് വെള്ളം കലക്കി ഒച്ച ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ സ്വഭാവമൊക്കെ ഒരുപാട് മാറും. പിന്നെ അലസത സ്വഭാവമുള്ളവർ, അമിതമായ സംസാരം, അസൂയുള്ളവരും സംശയമുള്ളവരും ഉറക്കത്തിനു ശേഷം രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതിൻ്റെ അകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവർക്ക് ഡൂസ് ഇതാണ് കൂടുതലും മെനോപാസൽ ടൈമിലാണ് ലാക്ടസിസ് ആണ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. അതിന് മുമ്പേ മറ്റേ പൈൽസ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ എടുത്തപ്പോൾ അത് പറഞ്ഞതാണ്. അതൊക്കെയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കാവുന്ന ചില മരുന്നുകളാണ് അതൊക്കെ. അടുത്തത് ആബ്സെന്റ് മൈൻഡഡ്. എനിക്ക് ഈയിടെ ഒരു കേസ് വന്നു. അയാൾ കുറേ നാളായി, അയാൾക്ക് ശ്രദ്ധിച്ചാലൊന്നും അയാൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. എന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജോലി. കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും അയാൾക്ക് പച്ച പിടിക്കുക. കാരണം അയാൾക്ക് അവർ പറയുന്നത് എന്നാണെന്ന് മനസ്സിലാക്കിയില്ല. ഈ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ സ്ഥിരം മീറ്റിംഗ് ഉണ്ട്. അയാൾ അതിന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ അന്ന് ഒപ്പം പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു, എന്നാണെന്ന് മനസ്സിലാകത്തില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ മരുന്ന് അക്കണൈറ്റാണ്. പിന്നെ രണ്ടാമത് മേടിക്കാൻ ഈ ശ്രദ്ധയ്ക്ക് കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് എത്യൂസാസൈനാപ്പിൻ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഓർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്താലും ഒരു സാഹചര്യത്താലും ഓർക്കാൻ പറ്റുകയില്ല. പിന്നെ അവർക്ക് എപ്പോഴും അരിശവും ദേഷ്യവും അതുപോലെ പ്രാക്കും കുശുമ്പും കുന്നായ്മയും, പിന്നെ മൃഗങ്ങളെയൊക്കെ അവർ കണ്ടമാനം ഉപദ്രവിക്കും. അത് അനാകാർഡിയം മെഡിസിനാണ്. എല്ലാവർക്കും അറിയാം അതിൻ്റെ സിംറ്റം. അതുകൊണ്ട് കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. മനസ്സുകൊണ്ട് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ളതിന് ആർജന്റൈൻ നൈട്രിക് ഒരു മരുന്ന്. ആർജന്റൈൻ നൈട്രിക്കിന് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ പേടി സ്റ്റേജ് ഫിയറും ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഒരു ആശുപത്രിയിലാണെങ്കിൽ അവർക്ക് എപ്പോഴും കക്കൂസി പോകണം, തെരുതര പോകണം. ആള് തിരിച്ചു വീട്ടിൽ വരുന്നുണ്ട്. ഒരാൾ വെളിയിൽ പോയിട്ടുണ്ട്, ആൾ തിരിച്ചു വരുന്നിടം വരെ അത് ചിലപ്പം വാതിലിൻ്റെ അവിടെ തന്നെ നോക്കിയിരിക്കും, വെളിയിലിറങ്ങി ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് ആർജന്റൈൻ നൈട്രിക്. എനിക്കറിയാം ഒരു രോഗി, അതായത് അവർക്ക് ഇച്ചിരി അൾസിമേഴ്സിൻ്റെ ഇത് തുടങ്ങിയപ്പം അവർ തന്നെയാണ് താമസിക്കുന്നത്. മകൾക്ക് ജോലിയുണ്ട്. ജോലിക്ക് പോയാൽ മകനോ മരുമകനോ വരുന്നിടം വരെ അവരൊരു കസരയിട്ട് വെളിയിൽ പറഞ്ഞു ഈ തിണ്ണെ വന്നിരുന്ന് ഇരിക്കും, വരുന്നിടം വരെ അവിടെ ഇരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആൻസൈറ്റിയും അതുപോലെ തന്നെ ആബ്സെന്റ് മൈൻഡ്നെസ്സും ഒക്കെ ഉണ്ടാവുന്നവർക്ക് വളരെ ഒരു നല്ല മെഡിസിനാണ് ആർജന്റൈൻ നൈട്രിക്. പിന്നെ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്തതും ഉദാസീനതയും ശ്രദ്ധയും പിന്നെ ഡിപ്രഷനും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഓറംമെറ്റ്. അതും ഇതിനും നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസീസ്
ഒരു വലിയ കാര്യമല്ല, അതിൻ്റെ സിംറ്റമാണ്. പിന്നെ പ്രായമായി കഴിയുമ്പോൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയല്ല, വീണ്ടും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നാ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയും. വളരെ ഉദാസീനതയും ശ്രദ്ധയില്ലായ്മയൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ കാർമ നല്ല ഒരു മെഡിസിനാണ്. അതായത് സാധാരണ ഒരു അൽഷിമേഴ്സിൻ്റെ ചെറിയ സിംറ്റം ചെറിയ തരത്തിലൊക്കെ തുടങ്ങി ബ്രൈറ്റ കാർമ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. ആ ഒരു ഇതിന് ബ്രൈറ്റ കാർമ നല്ലൊരു മെഡിസിനാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സർ, ആ മനസ്സിലാകുന്നു. എന്താ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞ് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വളരെ സ്ലോയിലാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങ് മറന്നു ഇൻ ബിറ്റ്വീൻ. കുഴപ്പമില്ല സർ. ആ പിന്നെ സാവധാനത്തിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. കുറഞ്ഞു വരുന്ന ബുദ്ധിശക്തി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യും, പതിയെ പതിയെ അത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ, അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുമാതിരി ഈ ബുദ്ധി അതുപോലെ ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു പോകുന്നുള്ള ഒരു ചെറിയ പേടി, അങ്ങനെയുള്ളവർക്ക് ഒലിയാണ്ടർ നല്ല മെഡിസിനാണ്, ഒലിയാണ്ടർ. ഇനി അടുത്തത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ആർക്കും കിട്ടാത്ത കേസുകളില്ല. എക്സാമിനേഷൻ ഫിയർ, പരീക്ഷയോടുള്ള പേടി. പരീക്ഷയിൽ ഒന്ന് തോക്കുക. എനിക്ക് ഈയിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, റിസൾട്ട് വരാറായി, ആൻസൈറ്റി ഭയങ്കരം. ഇതെല്ലാവർക്കും ഉണ്ട്. ഒരു സാമാന്യ പേടി വന്നു കഴിഞ്ഞാൽ സാരമില്ല, പക്ഷേ ഓവർ ആൻസൈറ്റി ആയെങ്കിൽ നമ്മൾ ചികിത്സിച്ചേ പറ്റുള്ളൂ. ആ പരീക്ഷാ പേടിക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മരുന്നിലൊന്ന് ആർജന്റൻ നൈട്രിക്കം. പരീക്ഷയിൽ തോക്കുമെന്നുള്ള പേടി, പക്ഷേ ചിലപ്പോൾ ഒന്നും തോറ്റുപോകുന്നില്ല. ചിലപ്പോൾ നല്ല പെർഫോമൻസ് ചെയ്ത് ജയിക്കുക എന്ന കുട്ടിയാണെങ്കിൽ പോലും തോക്കും എന്നുള്ളൊരു പേടി. പരീക്ഷ എടുക്കുമ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ പേടിച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ആ സമയത്ത് കൂടുതലുണ്ടാകുന്നത് പെരുതര കക്കൂസി പോവുക, മൂത്രമൊഴിക്കാൻ പോവുക തോന്നുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആർജൻ നൈട്രിക്കാണ്. ഈ സമയങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാനോ ആലോചിക്കാനോ കഴിയാതെ വരിക, എപ്പോഴും കിടന്നങ്ങ് ഉറങ്ങുക, ഒന്നും കഴിക്കാൻ പറ്റാതെ, അതൊന്നും കഴിക്കാതെ ഒരു മുറി അടിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ എൽത്രീസിയ സൈനാപ്പിയ മെഡിസിൻ. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഇതാണ്, റിസൾട്ടിനല്ല. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒന്നും ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്രിപ്പയർ ചെയ്താൽ തന്നെ അത് ശരിക്കും ഇതാക്കാൻ പറ്റുമോ? ക്ലാസ്സിലോട്ട് വീട്ടിൽ നിന്നെല്ലാം പഠിച്ചിട്ടു, പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വെപ്രാളം കൊണ്ട് ഈ എക്സാമിനേഷൻ കാർഡിൽ കയറുമ്പം എല്ലാം മറന്നു പോകും. ജെൻസീമിയം ഒന്നാം തരം മെഡിസിനാണ്. അതിനോട് ഭയം, പരീക്ഷയോട് ഭയമുണ്ട്, ഭയങ്കര ക്ഷീണമൊക്കെ ആണെങ്കിൽ അനക്കാറില്ല. അതായത് ഈയിടെ ഞാനൊരു കേസിൽ ഒരു പയ്യന് വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ പ്രത്യേകിച്ച് കണക്കും സയൻസും ഒക്കെയാണ്. അതിൽ ഈ SLCക്ക് തോറ്റുപോകുന്നുള്ള പേടി. കാരണം വീട്ടിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടാണ് വന്നത്. അമ്മ ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട് ആൻസർ, പക്ഷെ കടലാസ് വരുമ്പോൾ ഒന്നുമില്ല. ഞാൻ കൊടുത്ത മെഡിസിൻ മെഡോറിനോ കാരിപ്പോസ്, അതിൻ്റെ കൂട്ടത്തിൽ ജിങ്ക ബൈനാമ മദർ ടിഞ്ചറും കൊടുത്തു. അവന് ഒരു 60% അബവ് 60% മാർക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മരുന്നുകൾ കൊണ്ട് ഭയങ്കരമായുള്ള മാജിക്കുകൾ കാണിക്കാൻ പറ്റുന്ന ഭയങ്കര മരുന്നുകളാണ് നമ്മുടെ. അതുപോലെ വേറെ ഈ ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ ലെവലിൽ ആക്ട് ചെയ്യാൻ വേറൊരു സിസ്റ്റത്തിലുള്ള മരുന്നും സാധിക്കുകയില്ല എന്ന്. അഥവാ കൊടുത്താലും പട്ടിയുടെ പാല് വെള്ളമിടുന്ന മാതിരി കൊടുക്കുമ്പോൾ തൽക്കാലം കുറഞ്ഞിരിക്കും, പക്ഷെ പിന്നീടും അതുപോലെ തന്നെ അതേ സ്റ്റേജിലോട്ട് വരും, തന്നെ പോകും. പിന്നെ അടുത്തത് ഇൻഡിഫറൻസ്, അല്ലെ താല്പര്യക്കുറവ്, ഒന്നിനോടൊരു താല്പര്യമില്ല. അതായത് കൂടുതലും അമിത മൈഥുനം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം, ജീവിതത്തിനോട് യാതൊരു താല്പര്യമില്ല.
എനിക്ക് ചില കേസുകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ അടുത്ത കാലത്ത് ഒരു പയ്യന് കല്യാണം കഴിക്കാൻ പേടി. ചോദിച്ചു കഴിഞ്ഞപ്പം കേസെടുത്തപ്പം ഇതാണ് മാസ്റ്റർബേഷനാണ്, കണ്ടിന്യൂസ് മാസ്റ്റർബേഷനാണ്, സിവിയർ വീക്ക്നെസ്. അപ്പം അവസാനം ആസിഡ് കോഴ്സ് കൊടുത്തപ്പം കംപ്ലീറ്റ് ആള് ശരിയായി. അത് കഴിഞ്ഞപ്പം വണ്ണം വെച്ചു, മാസ്റ്റർബേഷൻ താല്പര്യങ്ങൾ കുറഞ്ഞു, കല്യാണം കഴിച്ചു. ഇപ്പം ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് വണ്ടർഫുൾ മെഡിസിൻ, ഫോസ്ഫോറിക് ആസിഡ്. അത് ഈ ഇതിൻ്റെ അകത്ത് ക്ഷീണം, നമ്മുടെ ഡയബറ്റീസിനും ക്ഷീണം ഉണ്ടാക്കുന്ന വർക്ക് കൊടുക്കാവുന്ന, അതുപോലെ തന്നെ ഈ സെക്സൽ വീക്ക്നെസ്സിനും ഒക്കെ കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് ആസിഡ് കോഴ്സ്. എല്ലാ കാര്യങ്ങളോടും താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നു, സന്തോഷം, ദുഃഖം, ആളുകൾ എല്ലാവരോടും ഒരുമാതിരി താല്പര്യമില്ലായിരിക്കുക. എങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകാം, എന്തിനാ എല്ലാവരുമായിട്ടൊരു ബന്ധം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരികയാണെങ്കിൽ അതിന് കൊടുക്കാവുന്ന മെഡിസിന് അംബ്രാഗ്രേഷ്യ. പിന്നെ അടുത്തൊരു മെഡിസിനാണ് ആണിക്ക്. അത് തലച്ചോറിലുണ്ടാകുന്ന ഹേമം ഉണ്ടാകുന്ന താല്പര്യക്കുറവ്. അത് തലച്ചോറിലുണ്ടാകുന്ന ഹേമം കൊണ്ടുണ്ടാകാവുന്ന ചില മാനസികവും ശാരീരികവും വൈകാരികമായിട്ടുള്ളതിന് വേറൊരു മെഡിസിൻ ഉണ്ട്. അതാണ് നേട്രൽ സൾഫർ. നേട്രൽ സൾഫർ ഉണ്ടാകുന്ന, തലയ്ക്ക് ഹേമം കിട്ടിയത് കൊണ്ടുണ്ടാകുന്ന ചില മാനസിക അവസ്ഥകൾക്കും നേട്രൽ സൾഫർ വളരെ ഉത്തമമാണ്. ഇനി മെനോപാസൽ ടൈം, ആർത്തവവിരാമകാലത്ത് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ട്, താല്പര്യക്കുറവ്, എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവ്, ഒന്നും ചെയ്യണമെന്നില്ല, ചുമ്മാ ഇങ്ങനെ തൂങ്ങിയിരിക്കും. എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നാൽ സൈക്ലാമിൻ ഒന്നാം തരം ഒരു മെഡിസിനാണ്. പിന്നെ ഇനി പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിനാണ്. സ്വന്തം കുടുംബത്തെക്കുറിച്ചും തൻ്റെ തൊഴിലിനെക്കുറിച്ചും താല്പര്യമില്ല, ഒന്നിനെക്കുറിച്ചും ഒരു താല്പര്യമില്ല, പിന്നെ അങ്ങ് ചെയ്യും. കാരണം ചെയ്ത് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അങ്ങേയറ്റം മടുക്കും. അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളിൽ പോലും താല്പര്യമില്ലാഴിക കാണിക്കുക. അതായത് ഭർത്താവിനോട്, മക്കളോട്, വീട്ടിലുള്ളവരോട് ഒക്കെ ഒരു വെറുപ്പ്. സെപ്പിയാണ് മെഡിസിൻ. പിന്നെ മദ്യപാനത്തിന്റെ ചീത്തഫലമായി അനുഭവപ്പെടുന്ന താല്പര്യക്കുറവ്. കുടിച്ച് ഒന്നിനോടും ഒരു താല്പര്യമില്ല. എന്നാ ചോദിച്ചാലും കുടിക്കണമെന്നല്ലാതെ വേറൊരു ചിന്തയില്ല. സ്നേഹിക്കുന്നവരോടും അതുപോലെ പല ആൾക്കാരോടും, കുട്ടികളോട് പോലും, സ്വന്തം കുട്ടികളോട് പോലും ഒരു താല്പര്യം കാണിക്കുകയാണ്. അത് ഫോസ്ഫറസ് ഉണ്ട്, സെപ്പിയായിട്ട് ഇതേ സംഗതി, ഇതേ സിംറ്റംസ് തന്നെയുണ്ട്. ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് അനറോക്സിയ നെറോസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. പെൺകുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണിത്. ഭക്ഷണം കഴിച്ചാൽ തടി കൂടുമെന്ന ഭയത്താൽ ഈ അടുത്ത കാലത്ത് ഒത്തിരി പേരുണ്ട്, ഈ കൂട്ടർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല. തൂക്കക്കുറവ്, ആർത്തവ പ്രശ്നങ്ങൾ തുടങ്ങിയ ഇതിനോടൊപ്പം ഇവരിൽ കണ്ടുവരുന്നു. ഈ അവസ്ഥയ്ക്കാണ് അനറോക്സിയ നെറോസ എന്ന് പറയുന്നത്. അത് വിശപ്പ് ഉണ്ടെങ്കിലും ചിലർ കഴിക്കുകയില്ല, ചിലപ്പം വിശപ്പില്ലായ്മ, ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ വിശപ്പില്ലായ്മയായിട്ട് തോന്നും. ദഹനം വളരെ സാവധാനത്തിൽ, ഗ്യാസ് ഫോർമേഷൻ ഉണ്ട്, വയറ് വീർത്ത് വരും, കാർബോവേജാണ്, ഏമ്പക്കവും പോവും, ഇങ്ങനെ വെമ്പക്കം പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കാർബോവേജിൻ്റെ സിംറ്റമാണ്. അടുത്തത് ഭക്ഷണത്തോട് വെറുപ്പ്, സ്ഥിരമായ ഓക്കാനവും ഛർദിയും, വൃത്തിയുള്ള നാക്ക്, നല്ല ക്ലീൻ ടണ്ണായിരിക്കും. അതുപോലെ എപ്പോഴും ഈ മെഡിസിൻ്റെ കൂട്ടത്തിൽ ഓക്കാനും, എന്ത് കണ്ടാലും ഓക്കാനും വരും. ഛർദിക്കണമെന്ന് തോന്നും, പക്ഷെ ഛർദിക്കത്തില്ല. എപ്പിക്കാക്കാണ് മരുന്ന്. ചിലപ്പോൾ ഛർദിച്ചൊന്നും ഇരിക്കാം. ചില പേഷ്യൻറ്റിന് നമ്മൾ കാണാറുണ്ട് ഛർദിക്കുകയും ചെയ്യും എപ്പിക്കാക്ക. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേക എന്താണ്, വിശപ്പൊക്കെ കുറഞ്ഞ് അവസാനം വളരെ ക്ഷീണമായിട്ടിരിക്കുന്ന, ഒന്നും കഴിക്കാൻ മേലാത്ത സ്ഥിതിയായിട്ടിരിക്കും. നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ആൽഫാൽഫ, മദർ ടിഞ്ചറാണ്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് കൂടുതലും, ക്ഷീണം മാറും, കുറച്ചുകൂടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാത്തിനോടും.
അന്നേരം കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ആൽഫാൽഫ. പിന്നെ അടുത്തത് കരച്ചിൽ, വീപ്പിംഗ്, ഉറക്കത്തിൽ കരയുക. ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കിടക്കാം കേട്ടോ. മടുപ്പ് ഇല്ല തോന്നുന്നു. സർ, ഇല്ലില്ല, മടുപ്പില്ല. ആ, കരച്ചിൽ, വീപ്പിംഗ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എൻ്റെ തന്നെ വീട്ടിൽ നടന്ന കൊച്ചു ഉറക്കത്തിൽ കടന്ന് കരയുക. സ്വപ്നം കണ്ടിട്ടായിരിക്കും എന്നാ തോന്നുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് കരയും. ഉറക്കത്തിൽ നിന്ന് കണ്ടമാനം കരയും. എത്രയൊക്കെ ആരൊക്കെ സമാധാനിപ്പിച്ചാലും കണ്ട് അത് അലിയം സീപ്പ, അലയും സദൈവ കൊടുത്തപ്പോൾ കുറഞ്ഞു. അലയും സദൈവ അത് നല്ലൊരു മെഡിസിനാണ് അങ്ങനെ രാത്രി ഉറങ്ങുന്നതിന്. പിന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ, അതായത് രാത്രി പിള്ളേർ ഉറങ്ങുകയില്ല. അമ്മയ്ക്കും അച്ഛനും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകണം, കൊച്ചിന് പിറ്റേ ദിവസം സ്കൂളിൽ പോകണം. പക്ഷെ കൊച്ചുറക്കമില്ല, രാത്രി ഇരുന്ന് കളിക്കുക. അത് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് സിപ്രിപ്പീഡിയം എന്നുള്ള മെഡിസിൻ കൊടുക്കും. ഒരു 3 തുള്ളി അല്ലെ മാക്സിമം 5 തുള്ളി കൊടുക്കും. കൊച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. ടിഞ്ചറാണോ കൊടുക്കുന്നത് ആ, സർ? ഞാൻ ടീച്ചറാണ് കൊടുക്കും. പിന്നെ ആ, ആഹാരം കഴിക്കുമ്പോൾ കരയുക, കാർബോ അനിമലിസിന്റെ സിൻഡ്രോം. ആഹാരം കഴിക്കുമ്പോൾ കുഞ്ഞ് കരയും, കാർബോ അനിമലിസിന്റെ സിൻഡ്രോം. സ്നേഹം കഴിക്കാൻ മടിയായി. ഇപ്പൊ ഒത്തിരി വീട്ടിലുണ്ട്. പണ്ടൊക്കെ കിട്ടാത്ത കുഴപ്പമുള്ളൂ, കഴിക്കും. ഇപ്പൊ പിള്ളേരെ എത്ര തീറ്റിയാലും പിള്ളേർക്ക് വേണ്ട. എന്നൊക്കെ ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ കഴിക്കുക. അന്നേരം കരച്ചിലോട് കരച്ചില്ല. തള്ളയും തന്തയും രണ്ടു വശത്ത് നിന്നു തിന്നടി തിന്നടി തിന്നു മോളെ എന്ന് പറയും. പക്ഷെ തിന്നത്തില്ല, ഒന്നും വേണ്ട. കാർബോ അനിമലീസ് കൊടുത്താൽ അത് കുറയും. സ്നേഹപ്രകടനത്തിനും മറ്റുള്ളവർ നന്ദി പറയുകയും ചെയ്യുമ്പോൾ കരയും. ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റില്ല. അവന്മാരെ ഒരുമാതിരി വികാരം കൊണ്ടിട്ട് കരഞ്ഞു കളയും. അത് ലൈക്കപ്പൊടിയാണ്. കരച്ചിലുകൊണ്ട് ഒരു കാര്യവും പറയാൻ പോലും പറ്റിയല്ല, അത്രയ്ക്ക് കരച്ചില്ല. മെഡോറിനും നമ്മൾ വിചാരിക്കുന്ന സെപ്റ്റിയായിക്കും നേട്രമോറിനും പൾസാറ്റായിക്കും ഉള്ളതെന്ന് വിചാരിക്കും. പക്ഷെ മെഡോറിനും അങ്ങനെയുള്ള ഒരു കരച്ചിലിൻ്റെ കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഇനി സെപ്റ്റിയായോ നേട്രമോറോ പൾസാറ്റായോ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് മെഡോറിന്. ഈ രോഗത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുമ്പം കൂടുതൽ കരയുന്ന മെഡിസിനാണ് സെപ്റ്റിയ, എല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ അടുത്ത ഒരു മെഡിസിനാണ് നേട്രമോർ. ഒന്നും നമ്മൾ ആശ്വസിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേട്രമോർ ഒന്നിനൊന്നിന് കൂടത്തേ ഉള്ളൂ, അത് കുറയത്തില്ല. ആശ്വസിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ 3 മരുന്നും കരഞ്ഞോണ്ട, 3-4 മരുന്നുകളും കരഞ്ഞോണ്ടേ പറയും. പക്ഷെ അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശ്വസിപ്പിച്ചാലും കരച്ചിൽ കൂടത്തേ ഉള്ളത് നേട്രമോർ. കരഞ്ഞുകൊണ്ട് മാത്രമേ പറയാനുള്ളൂ, അത് പൾസാറ്റിലാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു തമാശ പറഞ്ഞാൽ ചിരിക്കുമ്പം കരയുമ്പം ചിരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു മെയിൻ മെഡിസിനാണ് പൾസാറ്റ്. ഞാൻ ആ ഒറ്റ സിംറ്റം വെച്ച് ഒരുപാട് രോഗങ്ങൾ, സോക്കോൾഡ് ഇൻക്യുബിൾ കോസ് പലതും കുറച്ചിട്ടുണ്ട്. പിന്നെ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് സെപ്റ്റിയ അറിയാവുന്ന ഇൻഡിഫറൻസ് ഓഫ് ദി ലൗഡ് വൺസ് ആണ് സെപ്റ്റിയ. പിന്നെ ഇനി സമയം, അതായത് ടൈം, സാവധാനത്തിൽ പോകുന്നു എന്നുള്ള തോന്നല്. എത്രയാണേലും സമയം അങ്ങോട്ട് പോകുന്നില്ല. എന്നെ നോക്കിയിട്ട് ഒരു തരത്തിലും സമയം അങ്ങോട്ട് പോകുന്നില്ല. ക്ലോക്കിന്റെ സൂചി അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അരമണിക്കൂർ അര ദിവസമായിട്ട് തോന്നും. ഒരു 1-2 ദിവസമൊക്കെ തന്നെ നമുക്ക് തോന്നും ഇത് ദിവസങ്ങളായി മാസങ്ങളായെന്ന് തോന്നും. അങ്ങനെയുള്ള തോന്നലുണ്ടെങ്കിൽ അലൂമിനാണ് മെഡിസിൻ. പിന്നെ ഇങ്ങനെ തോന്നുമ്പോൾ എല്ലാ കാര്യവും സമയം പതിയെ പോകുന്നുണ്ടെങ്കിലും എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ അർജന്റീൻ നൈട്രിക് മെഡിസിൻ. പിന്നെ അതിന് നേരെ എതിരാണ്
സമയം പെട്ടെന്ന് പോകുന്നുള്ള തോന്നല്. ഓക്കുലസിന്റെ തോന്നല്. പെട്ടെന്ന് പോവാ, ഒന്നിനും സമയം കിട്ടുന്നില്ല, എന്നാ ചെയ്താലും സമയമില്ലെന്നുള്ളൊരു തോന്നൽ. അവർ നേരത്തെ എല്ലാം ചെയ്തു വെക്കും. അപ്പം പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ നേരത്തെ പഠിച്ചു വെക്കും. വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേദിവസം എല്ലാം എടുത്തു വയ്ക്കും. അങ്ങനെയുള്ളത് എല്ലാം ഫോക്കുലസിന്റെ സിൻഡ്രോം. പക്ഷെ ഇതൊക്കെ ചെയ്ത് തന്നെ വളരെയധികം ക്ഷീണിച്ചാൽ വേഗം സാവധാനത്തിൽ പോകുന്നത് തോന്നി എല്ലാം ചെയ്തിട്ട് വളരെയധികം ക്ഷീണിച്ച് ഇരിക്കുകയാണെങ്കിൽ മഡോർണമാണ് മെഡിസിൻ. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ചെങ്കിൽ പതിയെ പോവുള്ളെങ്കിലും അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ക്ഷീണം തോന്നിയാൽ അതിന് കൊടുക്കുന്നത് മെഡോർണമാണ്. ഇനി സസ്പീഷൻ, അതായത് ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞു ഡോക്ടർ ഹരിഹരനെ അതിനെക്കുറിച്ചും പറഞ്ഞു, ഡാക്കസിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പീഷൻ എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് വേറെ ആൾ രണ്ടുപേര് തമ്മിൽ പറഞ്ഞാൽ അയാൾക്ക് വിചാരിക്കുന്ന എന്നെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നെന്നുള്ളൊരു തോന്നലാണ്. പിന്നെ അവർക്കൊരു പേടിയും കൂടെ ഉണ്ട്, എനിക്ക് വിഷം തരുമോ എന്ന് വരെ അവർക്ക് വരും. പ്രത്യേകിച്ച് ഇത് മെനോപാസൽ പീരീഡ് കഴിഞ്ഞ് സ്ത്രീകളിലാണ് കൂടുതൽ അവർക്ക് കൂടുതൽ കാണുന്നതാണ്. അവരെ കൊണ്ടുപോയി വല്ല ഓൾഡ് ഏജ് ഹോമിലും ആക്കുമെന്നുള്ളൊരു പേടി, എന്നെ നടക്കിരുത്തുമെന്നൊക്കെ ഉള്ള പേടി. ഈ പേപ്പറിലൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും എന്നെ കൊണ്ടുപോയി ഇരുത്തി കളയും. വീട്ടിലുള്ളവർക്കുള്ള എന്നോട് സ്നേഹമില്ല, അവരെന്നെ കൊണ്ടുപോയി വെളിയിൽ കളയാനുള്ള ഉദ്ദേശമുണ്ടെന്നൊക്കെയുള്ള തോന്നലുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന ചില രോഗികളിൽ ഇതൊക്കെ കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ മെഡിക്കാൻ എഴുതി വെച്ചിട്ടേ ഉണ്ടെന്ന് തോന്നും. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ കേസ്. പക്ഷെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവം വരുമ്പം നമുക്കത് മനസ്സിലാകും. മെഡിക്കാനിൽ എഴുതിയിരിക്കുന്ന ഒന്നും ഒരു വാക്ക് പോലും നമുക്ക് കളയാൻ പറ്റാത്ത രീതിയിലുള്ള മെഡിക്കാണ്. നമ്മൾ എല്ലാം ആപാതജനം ജനങ്ങളിൽ ആണോ പെണ്ണോ നോക്കാതെ, ദേശോ കാലോ നോക്കാതെ ചെയ്തിട്ടുള്ള വർഷങ്ങളോളം ആയിരം കണക്കിന് ആൾക്കാർ പ്രൂവ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആണ് നമ്മുടെ മെഡിക്കകത്തുള്ളത്. ഇന്നത്തെ അത്ര ആവുമെന്ന് എനിക്കറിയാൻ മേല. പണ്ടുള്ളത് പ്രീ പ്രൂവ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള സിംറ്റംസ് ആണ് നമ്മുടെ മെഡിക്കാനിൽ. പ്രത്യേകിച്ചും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനെല്ലാം നമ്മളെ അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് കാരിഫോസിക്സസ്. പിന്നെ സംശയത്തിൽ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അവർ പച്ചവെള്ളം പോലും കുടിക്കുകയില്ല, മണത്ത് നോക്കിയിട്ടേ കുടിക്കുള്ളൂ. പിന്നെ വേറെ ഇതിലുണ്ട്, പട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ, കാരണം അവർക്ക് വിഷം തരുമെന്നുള്ള സംശയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ സംശയത്തിൻ്റെ മരുന്ന് നമ്പർ 1 ഹയോസിയമസാണ്. വിഷം തന്ന് നമ്മളെ കൊന്നു കഴിഞ്ഞും നമ്മുടെ വസ്തുക്കളും വകകളും എല്ലാം എടുത്തുകളയുമെന്നുള്ള തോന്നല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഈ ഹയോസിയമസ്. പിന്നെ സിമ്പതി, സഹതാപം, മറ്റുള്ളവരോട് സഹതാപം. നമുക്ക് സഹതാപം തോന്നരുതെന്ന് പറയാൻ എമ്പതിയാ വേണ്ടെന്ന് പറയും. അങ്ങനെയുള്ള സഹതാപം തോന്നുന്ന മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ ഭാഗവാക്കാക്കുന്ന ഒരു മെഡിസിനാണ് കോസ്റ്റിക്കം. അഥവാ കോസ്റ്റിക്കം പരാജയപ്പെട്ടാൽ കൊടുക്കേണ്ടത് ന്യൂപ്പർനോട്ടിയം. ഞാൻ നിർത്തണ്ടേ ഇപ്പൊ ഒരു ശാലം മുമ്പേ പറയണേ. ഇല്ല സാർ, ഇനി സമയമുണ്ട്. അല്ല, വേറുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കൊണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ. ചോദ്യോത്തര ഒരു ശകലം പേരും മാന്യത കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. പിന്നെ എല്ലായ്പ്പോഴും എല്ലാവരും ഇന്ന് സഹതാപം കിട്ടണമെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളത് പോസ്റസാണ്. എല്ലാവരും അവർക്ക് സഹതാപം വേണം, അവർക്ക് സഹതാപം ഇഷ്ടമാണ്. അതുപോലെ വേറൊരു മെഡിസിനാണ് പൾസാറ്റിലൈക്കും. അവരോട് കരയുമ്പം സാരമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. സഹതപിക്കാനും ആശ്വസിപ്പിക്കാനും സന്തോഷം കിട്ടുന്ന ഒരു മെഡിസിനാണ് പൾസാറ്റില. ഇനി അടുത്തത് ആത്മഹത്യ, സൂയിസൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധം സ്വയം വെടിവെക്കുവാനോ വളരെ കൂടിയ ഉയരത്തിൽ നിന്ന് ചാടാനോ ഒക്കെയുള്ള പ്രവണത. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഓറമ്മേറ്റ്
നല്ലൊരു മെഡിസിനാണ്, ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. അത് കൊടുത്തു. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ രോഗികളിലോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മയിട്ട് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ ഞാൻ 100% ഉറപ്പിച്ചു പറയാണ്, അവരുടെ ആ ടെൻഡൻസി മാറിക്കിട്ടും, ആത്മഹത്യാ ശ്രമം മാറിക്കിട്ടും. ഓർമ്മറ്റും നേട്ടോസെപ്റ്റൂടെ 6X മാറി മാറി കൊടുത്താൽ അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അതിന് ശ്രമിക്കുകയില്ല. അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിങ്ങോടെ ചെയ്യണം, അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇതുകൂടെ ആകുമ്പോൾ ആൾ ഒരിക്കലും പിന്നെ അതിന് ശ്രമിക്കുന്നില്ല. ഞാൻ ഒരുപാട് ആൾക്കാരെ ഇഷ്ടം പോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാത്തത് ഞാൻ പറയല്ല, അല്ലാത്തത് ഇങ്ങനെ വായിച്ചു പോകത്തേ ഉള്ളൂ. സ്വയം അനുഭവമുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കൺഫർമേറ്റീവ് സാർ ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? ഞാൻ എപ്പോഴും കൊടുക്കുന്നത് 0/3. ഓറോമെറ്റിക്. വല്ലപ്പോഴും ഒക്കെ വീണ്ടും അവർ കാണിച്ചാൽ ഇടയ്ക്ക് ഇന്റർ കറന്റ് ആയിട്ട് ഒരു ഹയർ പൊട്ടൻസി 1 or 10 വല്ലതും ഒന്ന് കൊടുക്കും. കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ചില ഗുരുക്കന്മാർ പറഞ്ഞ ചില ഇതാണ്. ബംഗാളി ഡോക്ടർമാരുടെ ചില ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം നമ്മുടെ ശരീരത്തിന് ഒരേ തരത്തിലുള്ള പൊട്ടൻസികൾ ചെന്ന് കഴിയുമ്പം ശരീരത്തിൻ്റെ അത് റെസിസ്റ്റ് ചെയ്യും, അതിന് ആക്ഷൻ ഇല്ലാതെ വരും. അങ്ങനെയുള്ളപ്പം പൊട്ടൻസി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ആക്ഷൻ കിട്ടാറുണ്ട്, കാണാറുമുണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കൊണ്ട് നമ്മളിങ്ങ് ചത്തുപോയിട്ട് വല്ല കാര്യമുണ്ടോ? കൂടി വന്ന 5 അല്ല 10 വർഷം കൊണ്ടൊക്കെ ഇതൊക്കെ കൊണ്ടുവച്ച് വലിയ ഗമയിലിരിക്കാം. നമ്മളെ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സ് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടം വല്ല എത്തിയിരുന്നേനെ. പക്ഷെ ഇന്ന് IAPHനുള്ള ഒരു ഗുണം, എല്ലാവരും IAPHനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്. ഇതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അറിയാനും അറിയിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു അവസരം ഈ IAPHക്ക് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പലരും അതിൽ നിന്ന് ഒന്ന് പഠിക്കുക, ഒന്ന് പഠിപ്പിക്കുക. നമ്മുടെ പെർഫോമൻസ് ഇപ്പം ഇതില്ലായിരുന്നെങ്കിൽ ഏരിയാമ ജോണിന് ഇവിടെ വന്നിരുന്ന് നമ്മൾ പരിചയപ്പെടും? ഒരിക്കലും പരിചയപ്പെടുകയില്ല. അതുപോലെ നനേശിനെയൊക്കെ എനിക്കറിയാം, എങ്കിൽ പോലും ഇത്ര ഒരു അടുപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ഡോക്ടർമാരുമായിട്ട് അടുക്കാനും പല ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും എനിക്ക് ഈ ഫോറം കൊണ്ട് പലപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. അതുപോലെ എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുക, പക്ഷേ മരിക്കാൻ ഭയങ്കര ഭയം. ഇടയ്ക്കിടയ്ക്ക് പറയും, മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞ നേട്ടം ഇത് ഉണ്ടല്ലോ, ഈ നേട്രോസെപ്റ്റും ആറോമെറ്റിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കാവുന്ന വേറൊരു മരുന്നാണ് നക്സോമിക്ക. പക്ഷെ നക്സോമിക്ക വളരെ ഇറിറ്റബിൾ ആയിരിക്കും, ആങ്കേർഡ് ആയിരിക്കും, എപ്പോഴും ഭയങ്കര ഇതായിരിക്കും. പിന്നെ രക്തമോ അല്ലെങ്കിൽ കത്തിയോ എല്ലാം കാണുമ്പോൾ ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ അലൂമിനിയായ മെഡിസിൻ. പിന്നെ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ആത്മഹത്യയെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയ ഒരു ക്ലാസ് എനിക്ക് അതിന് തന്നെ വേണ്ടി വരും. അത് പിന്നീട് വേറെ ഒരു ദിവസം ബാക്കിയും കൂടെ പറയാം. പിന്നെ വാർദ്ധക്യം, സെനിലിറ്റി, ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു, ക്ഷീണം, അത് അനാക്കാർഡിയാണ്. മുമ്പേ പറഞ്ഞതാണല്ലോ, കൂടുതൽ പറയുന്നില്ല. പിന്നെ ബലഹീനതയും ബാലചാപല്യം പറഞ്ഞല്ലോ, സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ബറേറ്റ കാർഡ്, സെൽഫിഷ്നെസ്, അതായത് സ്വാർത്ഥ ബുദ്ധി. നമുക്ക് ചിലരെ കുറിച്ച് കാണാം, അവനവൻ്റെ കാര്യം. ഇപ്പോൾ ഒരു സദ്യയൊക്കെ വന്നാലും അവർ തലക്കെ ചാടി കയറി ഇന്ന് വീട്ടുകാരനാണെ പോലും ഉള്ളത്. സദ്യക്കൊക്കെ വേറുള്ളവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുക, അയാൾ തലക്കെ കയറി ഇരുന്ന് ഊണും കഴിഞ്ഞേച്ചും കൈ കഴിഞ്ഞിട്ട് അയാൾ സ്ഥലം വിളിക്കും. നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാം. സ്വാർത്ഥതയാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ബസ്സിലൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പേ അവിടെ കടന്നു കഴിയും. അതുപോലെ ചില പാർട്ടികളൊക്കെ നിങ്ങളും ചിലടത്തൊക്കെ ചിലരെ കണ്ടു കാണും എന്നാണ് എൻ്റെ തോന്നല്. വളരെ കൂടുതലായി കാണുന്ന സ്വാർത്ഥബുദ്ധി, മറ്റുള്ളവരെ കുറിച്ച് യാതൊരു പരിഗണനയുമില്ല. വൃത്തിഹീനരായ അഴുക്ക് പിടിച്ച ആളുകൾ, മുതിർന്നവരെ ബാല്യചാപല്യങ്ങളും മുൻകോപവും കണ്ടുവരുന്നു. അതായത് അവരെ നമുക്ക് കാണുമ്പോഴേ അറിയാം. എന്നാൽ ഞാൻ ഒരിക്കൽ ഒരു സഫർ പേഷ്യന് വഴിയോടെ പോയതാണ്. അവര് എപ്പോഴും പൂവൊക്കെ വെച്ച് ഇങ്ങനെ തലയിലൊക്കെ വെച്ച് ഒരു ലേഡി വഴിയോടാണ് പോയത്. ഒരിക്കൽ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മരുന്ന് വേണമെന്ന് പറഞ്ഞു. ഞാൻ സൾഫർ കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് കാണുന്നില്ല. എന്നാലും ഞാൻ ചോദിച്ചു, എന്ത് പറ്റി?
ഇപ്പൊ കാണുന്നില്ലല്ലോ, ഈ വഴിയോടെ നടക്കുമായിരുന്നില്ലെങ്കിൽ പൂവൊക്കെ കുത്തി തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. വലിയ വലിയ കളറുള്ള ഇതുമൊക്കെ ഇട്ട് സർപ്പർ കൊടുത്തപ്പോൾ അവരുടെ കംപ്ലീറ്റ് മാനസിക രോഗവും മാറി എന്നുള്ളതാണ്. നമുക്ക് ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വഴിയെ കൂടെ ഒക്കെ നോക്കുമ്പോൾ അത് മിറ്റേം പിടിക്കാം, നമുക്ക് അങ്ങനെയും പിടിക്കാം. അതുപോലെ ഒരു ബെന്നി എന്ന് പറഞ്ഞ ഒരാൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഓവർകോട്ടൊക്കെ നടക്കുകയുള്ളൂ. എപ്പോഴും ആർമിയുടെ ഇത് വിട്ടുകൊണ്ടേ നടക്കുകയുള്ളൂ. ആരെ കണ്ടാലും സല്യൂട്ട് ചെയ്യും. അയാൾ ഇതുപോലെ തന്നെ കുളിക്കുകയല്ല, ഒരിക്കലും കുളിക്കുകയല്ല. സൾഫർ കൊടുത്തപ്പോൾ അയാളുടെ എൻറ്റയർ മാറി. അയാൾ അയാൾക്ക് ആരും ഇല്ല, പക്ഷെ നാട്ടുകാരൊക്കെ കൂടി അയാളെ എവിടെ ഇതുണ്ടെങ്കിലും സദ്യ ഉണ്ടെങ്കിലും അയാൾ വരും. അത് നല്ലോണം തിന്നും, ശരിക്കങ്ങ് തിന്നു, എത്ര തിന്നാലും മതിയാകില്ല. അയാൾ ദിവസം സദ്യ ഉള്ളിടത്ത് പോവും, ആ ഒറ്റ ഭക്ഷണമുള്ളൂ. അയാൾക്ക് സൾഫർ കൊടുത്തപ്പോൾ അയാൾ കുളിക്കുകയും നനയ്ക്കുകയും വെച്ച് നല്ല വൃത്തിയുള്ള ഒരാളായി. ഇതൊക്കെ അനുഭവമാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ നുണ പറയല്ല. പ്രശാന്തത, വളരെ ശാന്തമായിട്ടിരിക്കുക, ഒറ്റയ്ക്കിരിക്കുന്നതിനും ആഗ്രഹം, എല്ലാ കാര്യങ്ങളും ഉദാസീനത, വർദ്ധിച്ച ബലക്ഷയം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുന്നു, ജീവശക്തി, ഒരു ഉഷാറില്ലാത്ത ഒരു ഒരു തോന്നല്, ജൽസീമ്യമാണ് മനസ്സിൽ. അങ്ങനെ സമയമായെങ്കിൽ പറയണേ, അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. പറയാം സാറേ. പരിഭ്രമം അല്ലെങ്കിൽ ആദിന്ന് വ്യാധി ഉണ്ടാകാം, വ്യാധിന്ന് ആദി ഉണ്ടാകാം. വലുതായ ആകാംക്ഷയും അസ്വസ്ഥതയും പുകച്ചിലും ക്ഷീണവും ഉറക്കക്കുറവും ഒക്കെ കൂടെ വന്ന ഭയങ്കര ആകാംക്ഷ അവർക്ക്. പിന്നെ എനിക്കിന്ന് ഉറക്കം വന്നില്ലല്ലോ, ഒത്തിരി പേരുണ്ട്. ഇത് കൂടുതലും വരുന്നത് നല്ല ജോലിയിലൊക്കെ കഴിഞ്ഞ്, ഇപ്പം ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളെ ചികിത്സിക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തോ ഒരു ആൻസൈറ്റി, ഉറക്കമൂടി കഴിച്ചാൽ പോലും ഉറങ്ങില്ല. എന്നിട്ട് അവർ ഇങ്ങനെ നേരം വെളുക്കുന്നുണ്ടും വരെയാണ്, നേരം വെളുക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി പേർക്കുണ്ട്. ഈ പ്രായമായവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ആൻസൈറ്റി. എന്നിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ ക്ലോക്കെ തന്നെ നോക്കിയിരിക്കുക. നേരം വെളുക്കുന്നില്ലല്ലോ. അവർക്ക് കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് ആഴ്സനിക് ആൽബം. പിന്നെ അത് കൂടുതലും മാനസികമാണ്. കൂടുതലും അങ്ങനെയുള്ള ആൻസൈറ്റി ഉള്ളവർക്ക് കൊടുക്കാവുന്നത് ആഴ്സനിക് ആൽബം. പിന്നെ ശാരീരികമായ അനുഭവപ്പെടുന്ന അസ്വസ്ഥത, അതായത് റെസ്റ്റ്ലെസ്നെസ്, ഓരോ സ്ഥലം സ്ഥിരമായി അതേസമയം നിൽക്കുന്നതിന് കഴിയുന്നില്ല. അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കൈയൊക്കെ ഇങ്ങനെ കുടയും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടയും. ഒന്ന് എഴുന്നേറ്റ് നടക്കും, പിന്നെ വന്നിരിക്കും. നമുക്ക് അവരെ കാണുമ്പം തന്നെ അറിയാം ഇത് റെസ്ട്രോക്സ് ആണെന്ന് മനസ്സിലാകും. അവർക്ക് ഒരേ പൊസിഷനിൽ ഇരിക്കാനും നിൽക്കാനും ഒന്നും കാണുകയില്ല. ചിലപ്പോൾ കാലിട്ടൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, കൈ അനക്കിക്കൊണ്ടിരിക്കും, കാലനക്കിക്കൊണ്ട് ഒരേ അവസ്ഥയിൽ അവർക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റത്തില്ല. തുടർച്ചയായ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ അനുഭവപ്പെടുന്ന വർദ്ധിച്ച ആശങ്ക, കിടക്കുമ്പോൾ കഴിയുന്നില്ല. കിടന്നാലും അവർ ഇടത്തോട്ടും വലത്തോട്ടും അമന്നും ചെരിഞ്ഞും ഒക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോഴത്തേനും ഒരു മാതിരി വാദസംബന്ധമായിട്ടുള്ള അവിടെ വേദന ഇവിടെ വേദന, അതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കാണും. അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. അതിന് കൊടുക്കേണ്ട മെഡിസിൻ റെസ്റ്റോക്സ് ആണ്. നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് റെസ്റ്റോക്സ്. പിന്നെ വിഷാദവും അസ്വസ്ഥതയും, ആർത്തവവിരാമത്തിനും കണ്ടുവരുന്ന അസ്വസ്ഥത, അതിന് സിങ്കമെറ്റാണ്. അതിനു മുമ്പ് ഈ മെൻസസ് ബിഫോർ മെൻസ്ട്രേഷൻ പല കോംപ്ലിക്കേഷൻസ്, അതായത് ആൻസൈറ്റി, ദേഷ്യം, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് ചമമില. ഒരുപാട് കേസ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് പേര് കാണുന്നതാണ്. പ്രീമെൻസ്ട്രൽ ടെൻഷൻ, പ്രീമെൻസ്ട്രൽ ആങ്കർനെസ്, പല അസ്വസ്ഥതകളും ഈ ചമമില കൊണ്ട് കുറയും. അതുപോലെ തന്നെ ഈ പല്ല് വരുന്ന കാലത്ത് പല അസ്വസ്ഥതകളും പിള്ളേരിൽ കാണാം. അവർ കടിക്കും, അതുപോലെ തന്നെ അവർ കൂടുതൽ അസ്വസ്ഥരാകും. അങ്ങനെയുള്ളപ്പോൾ കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് കൊക്ക. കൊക്കായ്ക്ക് വളരെയധികമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ചെവി ഇത് വരുന്നുണ്ടോ, ഈ എന്നാ ബാലൻസ് തെറ്റിയത്, അതിനെന്നാ പറയുന്നത്, ടിനൈറ്റിസ്. കൊക്ക കൊടുത്തൊരു കേസ് നല്ലോണം
ഒക്കെ വാട്സാപ്പിൽ അതൊക്കെ വളരെ ടിനേജസിന് ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്തപ്പം പറഞ്ഞു നമ്മുടെ മരുന്നിന് ഗുണങ്ങളും അതിൻ്റെ മെച്ചങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അത്ര അതിന് പറ്റുന്ന തരത്തിലുള്ള മെഡിസിനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അടുത്തത് നാഡീക്ഷീണം അല്ലെങ്കിൽ നുറസ്തീനിയ എന്ന് പറയും. അതിൻ്റെ ഏറ്റവും നല്ല മെഡിസിൻ കാലിപോസാണ്. ഞാനത് 0/3 ആണ് കൂടുതൽ കൊടുക്കുന്നത്. പൊതുവെ ഒരു വീക്ക്നെസ്, ശക്തിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടുള്ളത് തോന്നല് എല്ലാ തരത്തിലും. അഥവാ കാലിപോസ് പരാജയപ്പെട്ടാൽ കൊടുക്കാവുന്ന മരുന്ന് സ്ട്രിച്ചിനം ഫോസ്ഫേറ്റ് ആണ്. ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ കുറവായും അനുഭവപ്പെടുന്ന ഞരമ്പിനുള്ള ശക്തിക്കുറവ്, പേശിയുടെയും മനസ്സിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള നമുക്ക് ക്ഷീണം തോന്നുക. അങ്ങനെ വന്നാൽ സ്ട്രിച്ചിനിയം പോസാണ് കൊടുക്കേണ്ടത്. ഇനി അതും പരാജയപ്പെട്ടെന്ന് വിചാരിച്ചു, തലവേദന, കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നു, കുറേ ജോലി കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ വിശപ്പില്ലായ്മ, ഇതൊക്കെ വന്നാൽ കൊടുക്കേണ്ട മെഡിസിൻ. മൂന്നാമത്തെ മെഡിസിൻ 1 കൊടുത്തു, കാലിപോസ് കൊടുത്തു, കുറവില്ല. സ്ട്രിച്ചിനിയം പോസ് കൊടുത്തു, അതിനും കുറവ് കണ്ടില്ല. സ്ട്രിച്ചിനിയം പോസ് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ പിക്രിക് ആസിഡ് കൊടുക്കാം. അതുകൊണ്ട് നല്ല കുറവ് കിട്ടും. പിന്നെ വിറയലോട് കൂടിയുള്ള തലകറക്കവും വേദനയും അനുഭവപ്പെട്ടാൽ കൊടുക്കാവുന്ന മെഡിസിൻ ജെൽസീവിയ. എല്ലാവർക്കും അറിയാവുന്ന 3D 1D 3D ട്രൗസർ ഡൾനസ്, ഡിസിനസ്, മസ്കുലാർ ഇൻകോർഡിനേഷൻ, ട്രംബിളിംഗ് ഒക്കെ ഉള്ളതാണ് ജെൽസീവിയ. പിന്നെ നാഡികൾക്ക് ഒരു വീക്ക്നെസ് വന്നാൽ കൊടുക്കാവുന്ന ഒരു ക്രോണിക് മെഡിസിനാണ് മെഫൈറ്റിസ്. പിന്നെ അമിതമായ സെക്സ് കൊണ്ട് അനുഭവപ്പെടുന്ന ക്ഷീണം വന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, അത് കൂടുതലും സ്വയംഭോഗം അതുപോലെയുള്ളത് കൊണ്ട് ശരീരം ക്ഷീണിക്കുക, പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന മെഡിസിനാണ് ആസിഡ് പോസ്. അതുപോലെ തന്നെ ഈ പിള്ളേരിൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവർ മാസ്റ്റർബേഷൻ ഇതൊക്കെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവുണ്ടെങ്കിൽ കൊടുക്കാവുന്ന മരുന്നാണ് നേരത്തെ പറഞ്ഞതാണ് അനാകാർഡിയം. എൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ബയോകെമിക് മെഡിസിനാണ് കാലിപോസ്. ഇനി നമുക്ക് 10 മിനിറ്റും കൂടെ തുടങ്ങിയേക്കാം. ഞാൻ എപ്പം നിർത്തിയാലും എനിക്ക് കുഴപ്പമില്ല. സാറങ്ങനെ പറഞ്ഞില്ല, ചോദ്യോത്തരങ്ങളൊക്കെ ഇച്ചിരി അതെ, അതിനൊരു പ്രസക്തി വേണ്ടേ? ഇതിലിടുന്ന തലക്കെട്ടിനൊരു പ്രസക്തി വേണ്ടേ? അതുകൊണ്ട് നമുക്ക് ചോദ്യോത്തര വേളകളിൽ ഇട്ട് കിടക്കാം. ഇനിയുണ്ട്, കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത്ര മതി. ബാക്കി കൂടെ ഞങ്ങൾക്ക് വീണ്ടും വന്ന് തരണം. ഒരു 10 മിനിറ്റ് നമുക്ക് ഡിസ്കഷന് വേണ്ടി എടുക്കാം. ഇന്നത്തെ നമ്മളുടെ വിഷയത്തിന് അനുസരിച്ച് ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം ചോദ്യോത്തര വേദി എന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, അല്ലെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അത് തന്നെ കാര്യം, അതാ ചോദിക്കാത്തതിന്റെ പെട്ടെന്ന് വരത്തില്ല, പിന്നെ സമയവും തികയത്തില്ല. നീ 10 മിനിറ്റ് ഉണ്ടല്ലോ. 10 മിനിറ്റ് ഉണ്ട്. ചോദ്യം ചോദിക്കേണ്ടവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ചോദ്യം തന്നെ എന്താ, വേറെ ആർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാനുള്ള അവസരം അത് ചിലർക്ക് പറയാൻ കാണും. നമുക്ക് അവർക്ക് ചോദിക്കാനല്ല, പറയാനായിരിക്കും. നമ്മളെക്കാട്ടി കൂടുതൽ അറിവുള്ളവർ പലരും ഇതിനകത്ത് കാണും, അവർക്ക് ആഡ് ചെയ്യാം. ചിലർക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ്. ആരാണ്ട് കൈ പൊക്കിയിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ലതാ മനോഹരൻ. കഴിഞ്ഞ പ്രാവശ്യം ലതാ മനോഹരനാണ് എന്നോട് ചോദ്യം. നന്ദി പറയാമോ ഡോക്ടറെ? നമസ്കാരം നമസ്കാരം. ഡോക്ടറെ.
നമസ്കാരം. പിന്നെ എന്റെ സംശയം, കൊച്ചു കുട്ടികളിൽ കാണുന്ന പിൻബേംസിന് പറ്റിയ മെഡിസിൻസ് ഏതൊക്കെയാ? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലാ നമ്പർ 1 വീണ്ടും വരാതിരിക്കണമെങ്കിൽ. രണ്ടാമത് എളുപ്പ വഴി ഞാൻ പറയാം, ടുക്രിയൻ ടിഞ്ചർ കൊടുത്താൽ വളരെയധികം കുറവ്. ടുക്രിയൻ ടിഞ്ചർ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്താൽ പെട്ടെന്ന് കുറവ് കിട്ടും. പിന്നെ നഖം കയ്യേലെ വെട്ടുക സ്ഥിരം. കൂടാണ് ഇതിന്റെ പിൻബേംസ് കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ളത്. എല്ലാവർക്കും കാണും, ആരും പറയല. പിള്ളേർക്ക് വന്നാൽ എല്ലാവർക്കും വരും. പിന്നെ അത് ടുക്രിയം തൽക്കാലം കുറയാ. പിന്നെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്താൽ. പിന്നെ ഒത്തിരി ഉണ്ട്, വാംസിനുള്ള ഒരുപാട് മരുന്നുണ്ട്, നമ്മുടെ സീന ഉണ്ട്, അങ്ങനെ ഒരുപാട് മരുന്ന്, അമോണിയൊക്കെ ഉണ്ട്, അതുണ്ട്. ഈ പിൻബേമിന് പ്രത്യേകം കണ്ടിരിക്കുന്ന ടുക്രിയം മദർ ടിഞ്ചർ കൊടുത്താൽ മതി. ഒരു 5 തുള്ളി ദിവസം 3 പ്രാവശ്യം. പറഞ്ഞു കഴിയുമ്പോൾ നിർത്തുക, വീണ്ടും തുടങ്ങും, വീണ്ടും തുടങ്ങുക. ഞാൻ വരാതിരിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുത്താൽ പിന്നെ വരത്തില്ല. പിന്നെ വേറെ ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വേറെയും പറയാം. ഞാൻ പിന്നീട് ഒരിക്കൽ ബാംസിന് മാത്രമുള്ള ഒരു ക്ലാസ് ഉണ്ട്. പല തരത്തിലുള്ള ബാംസ് ഉണ്ട്. പിന്നെ ഇവിടെ വേറെ 2 നന്ദി ഡോക്ടറെ. സലീം കുമാറിനുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ കൊടുക്കാം. ചോദ്യം ചോദിക്കുന്നവരോടൊക്കെ ഒരു വളരെയധികം താങ്ക്സ് ഉണ്ട്, വളരെ നന്ദി കേട്ടോ. കുറെ നാളായി സാറിനോട് 2 ചോദിച്ചിട്ട് 2 വർത്താനം പറഞ്ഞിട്ട്. നല്ലതാണോ അടുക്കാണോ? 2 വർത്താനം പറയാന്ന് സാറേ, ഈ ചില ആള് 1-2 പേരുണ്ട്, ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല പറഞ്ഞ് പോവില്ല, പോയാൽ തിരിച്ചു പോരും, വീട്ടിൽ തന്നെ ഇരിക്കുക. വൈഫ് ജോലിക്ക് പോകണമെന്നുണ്ട്, അതുകൊണ്ടൊക്കെ കഴിഞ്ഞു കൂടിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഒരു എന്നാൽ മടിയന്മാരാണെന്ന് വെച്ചാൽ ജോലിക്ക് പോകാനുള്ള മടി മാത്രമേ ഉള്ളൂ. ബാക്കി നാട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി തിരിഞ്ഞാൽ അമ്പലത്തിലെ അല്ലെങ്കിൽ പള്ളിയിലെ ഓഫീസിൻ്റെ കാര്യത്തിന് നടക്കാനോ അതിനൊക്കെ മടിയൊന്നുമില്ല. ജോലിക്ക് പോകില്ല, വെറുതെ തിരിഞ്ഞ് നടക്കും. അങ്ങനെയുള്ള അത് ലേസിനെസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. അതാണ്. ഇല്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഈ വെറും ഹോമിയോ മരുന്ന് കൊണ്ട് മാത്രം എല്ലാം ശരിയാകുമെന്നും വിചാരിക്കുക. അവരെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യും. സൈക്കോ തെറാപ്പികളിൽ ചിലതൊക്കെ. ഡോക്ടർ എനിക്ക് വന്ന് സൈക്കോളജി പഠിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖം കണ്ടിട്ടാണ് ഒരു ചെറിയ തോന്നലുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അന്നേരം സൈക്കോ തെറാപ്പികളും അതിന്റെ കൊടുക്കാം. പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ സൾഫർ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ലാക്കസിസ് കൊടുക്കാം. നമ്മൾ അവരുടെ കേസ് വളരെ ഇതില്ലാത്തുള്ള ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ചാൽ പലരും കേസ് ടേക്കിങ് ശരിയല്ല. അപ്പം നമ്മൾ ഒരാളോട് ഒരു ഡോക്ടറെ എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാം, ഡോക്ടറായിട്ടൊന്നും സംസാരിച്ചാൽ കൊള്ളാം, എന്നാ കേസ് ചോദിക്കും, ഇമെയിൽസിൻ്റെ ആണെങ്കിൽ ഡോക്ടറെ അത് ഞാൻ ചോദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് സെക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എങ്ങനെയുണ്ട്, ഡോക്ടറെ അതൊക്കെ എങ്ങനെയാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് പച്ചയായിട്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കും, ഏത് കളവിയോടും ചോദിക്കും, ഏത് കൊച്ചു പിള്ളേരോടും ചോദിക്കും. മനസ്സിലായോ? നമ്മളെ നാണിക്കാൻ പാടില്ല. കേസെടുക്കുന്ന ഫുള്ളായിരിക്കണം. ആ ഫസാഡാണ് അത്. നമ്മുടെ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേസ് ടേക്കിംഗ്. ഒന്ന് ഹോമിയോപ്പതി സിദ്ധാന്തം, ഫിലോസഫി. രണ്ടാമത്തേതാണ് കേസ് ടേക്കിംഗ്. കേസ് ടേക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഹോട്ടാണോ ചില്ലിയാണോ പേഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ ഡോക്ടറെ അത് ചോദിച്ചില്ല. ഉറക്കോ അതും ചോദിക്കാൻ പറഞ്ഞു. പിന്നെ മെൻസസിനെ പറ്റി അതും ചോദിച്ചില്ല. പിന്നെ എന്നാ ചോദിച്ചത്? ഒന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞത് കേട്ടു. ഡയഗ്നോസിസാണ് ഇപ്പോൾ ഉള്ള കൂടുതലും ന്യൂ ജനറേഷൻ. ആരും പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത് കുറ്റപ്പെടുത്തുകയല്ല. കൂടുതലും ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കേസ് ഓഫ് ഫൈബ്രോയിഡ്, വാട്ട് ഈസ് മെഡിസിൻ? കൊടുക്കാൻ പറ്റുമോ? ഹോമിയോപ്പതിക്കാരന് കൊടുക്കാൻ പറ്റിയല്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റി? ഹോമിയോപ്പതിക്ക് സിംറ്റംസ് വേണം, അവരുടെ ശീതോഷ്ണസ്ഥിതി അറിയണം, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി അറിയണം, അവരുടെ എപ്പോഴാണ് കൂടുന്നത് മൊഡാലിറ്റി അറിയണം, സെൻസേഷൻ അറിയണം, ലൊക്കേഷൻ അറിയണം, മൊഡാലിറ്റി അറിയണം, കോൺകോമിറ്റൻ്റ് അറിയണം. ഇതെല്ലാം ചോദിക്കണം. അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞ കേസുകളിലൊക്കെ ഭാര്യമാർക്ക് അവരോട് വിരോധമോ ശത്രുവൊന്നുമില്ല, പക്ഷെ ജോലിക്ക് പോകാത്തതുകൊണ്ട്
ഇത് മാത്രമേ ഇതിലിപ്പോ ഉള്ളൂ. ബാക്കി ഇവരൊക്കെ സൽസ്വഭാവികളും അവരോട് മര്യാദക്കാരും. ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇവിടെ തനിക്ക് നാണയില്ലോടോ ഭാര്യയുടെ ചെലവിൽ കഴിയാൻ? ഞാൻ ഈ ചുമ്മാ ഒക്കെയാണ് ഞാൻ ഈ ചോദിച്ചു. ഇത്തരം കേസിൽ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. അത് നമ്മള് കുറെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ തന്നെ സ്നേഹമാണ്, പക്ഷെ വേറെ പ്രൊപ്പോസലുമായിട്ട് ചെയ്യും. എന്തിനാണെന്നറിയാമോ? കല്യാണ ചെലവിനുള്ള കാശ് കിട്ടുമല്ലോ, വിതരണം കിട്ടും. അതിന് സ്നേഹമാണെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് മിണ്ടാതിരുന്നുകളെ, എന്നിട്ട് വേറൊരു ബ്രോക്കറെ വല്ലതും കിട്ടുമോന്നറിയാം. ഇവന് പണിയാക്കളനെ അങ്ങനെ ഒരുപാടുണ്ട് സമൂഹത്തിൽ. ഒന്നും ജോലി ചെയ്യാൻ കഴിയില്ല, ഇരുന്ന് തിന്നണം മറ്റോരുടെയും ചെലവില്. അങ്ങനെയുള്ള ഒരുപാട് ആണുങ്ങളുമുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുമുണ്ട്. ആണുങ്ങളെ തന്നെ പറയുന്നില്ല, അങ്ങനെയുള്ള പെണ്ണുങ്ങളും. പെണ്ണുങ്ങളുടെ പ്രശ്നം സമൂഹത്തെ അധികം ബാധിക്കില്ല, പുരുഷന്റെ പ്രശ്നം സമൂഹത്തെ ബാധിക്കില്ല. സ്ത്രീ ജോലി ചെയ്യാണ്ട് വീട്ടിരുന്നാലും അത് അവൾ വീട്ടിൽ കഞ്ഞിക്കറികൾ വെക്കാണ്ടിരിക്കില്ലെന്നായിരിക്കും. അതും വെക്കാത്തവരും ഇഷ്ടം പോലെ ഉണ്ടോ ഡോക്ടറെ? നമ്മൾ കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ അറിയാം ചില ഭർത്താക്കന്മാരുടെ സ്ഥിതി. വീട്ടിലെ പണിയും ചെയ്യണം, ഓഫീസിലെ പണിയും ചെയ്യണം, എല്ലാ പണിയും ചെയ്യണം. ചില അൺവാണ്ടഡ് തിങ്സ് വരെ അവർ ചെയ്യും, വീട്ടിൽ ചെയ്യും. ഭാര്യമാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്നുണ്ട്. പറയുന്നത് ക്ഷമിക്കണം. എന്തെങ്കിലും ആരെങ്കിലും കേട്ടിരിക്കുന്നവരങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം. ഞാൻ തുറന്ന് പച്ചയായിട്ട് സംസാരിക്കുന്നവരാണ്. ഇന്നത്തെ കാലം അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് നല്ല വരുമാനമുള്ള ജോലിയുള്ളൊരു പെണ്ണിനെ കെട്ടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് പെണ്ണുങ്ങളും അങ്ങോട്ട് മോശമല്ല. പെൺപിള്ളേരൊക്കെ നോക്കുന്ന അവളെക്കാട്ടി ജോലിയും എഡ്യൂക്കേഷനും സുന്ദരനും സുമുഖനുമായിട്ടുള്ള. ഇന്ന് എത്ര ഏക്കർ സ്ഥലമുണ്ടെന്നൊന്നും ആരും നോക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ, അവർക്ക് ചെത്തി നടക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അവൾ ആദ്യം നോക്കുന്നു, കല്യാണം ആലോചിക്കും. പണ്ടത്തെ കാര്യമൊക്കെ പോയി. അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നാൽ അവരോട് അങ്ങ് പോയേക്കാവുന്നുള്ള കാര്യമൊക്കെ അങ്ങ് പോയി. അതൊന്നും ഇന്ന് നടക്കില്ല. വേറെ വല്ല പണിയും പോയി നോക്കാൻ പറയും. ചുമ്മാ പറഞ്ഞതല്ല. അതുകൊണ്ട് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാതകമൊന്നുമല്ല നോക്കണ്ടേ, അവന്റെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്. ഒരു നല്ലോണം അധ്വാനിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ കഴിവുള്ള ഒരുത്തിൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ ഒന്നും പേടിക്കണ്ട. എന്നിട്ട് അവന് ഒത്തിരി ആസ്തിയുണ്ട്, വീടുണ്ട്, കൂടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ വെളിയിലോട്ട് ഇറങ്ങിയില്ല, പെരക്കകത്ത് കിടന്ന് തിന്നേച്ചും കിടന്ന് ചുമ്മാ ഇറങ്ങാൻ വെള്ളം അടിക്കുകയും ചെയ്യണം. വല്ല പ്രയോജനമുണ്ട്? ഇന്നാ തീരാത്ത മുതലുണ്ടോ? അതുകൊണ്ട് അതൊക്കെ ഈ ജാതകവും ബാക്കി പൊരുത്തങ്ങളൊക്കെ നോക്കുന്നതിൽ നല്ലത് ഈ വക പൊരുത്തങ്ങളുണ്ടോ എന്ന് നോക്കുക. അതാണ് അതിൻ്റെ മറുപടി. പിന്നെ കുറെ കൗൺസിലിംഗ് കൊണ്ടും കുറെ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ മാറ്റാം. അതായത് എൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു. അത് കഴിഞ്ഞ് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ അന്നേരം എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന ഒരു പാർട്ടിയാണ്, പയ്യൻ അഡ്വക്കേറ്റ്. ഞാൻ പറഞ്ഞു, തനിക്ക് ഈ പെണ്ണിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കല്യാണം കഴിക്കുക. പിന്നെ കല്യാണം കഴിച്ചു. ഗുരുവായൂരമ്പലത്തിൽ പോയി വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ പോയി കല്യാണം കഴിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു അഡ്വക്കേറ്റാണ്, കോഴിക്കോട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒന്നാം തരം പ്രാക്ടീസാണ്. തന്നെ ഒരു വീടും ഒക്കെ മേടിച്ചു. അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ചെയ്യണം. വേറൊരു കേസ്, ഒരുത്തൻ ഒരകന്ന ബന്ധുവാണ്. ഞാൻ ചെന്നപ്പം ഈ ഇതൊക്കെ രാമായണമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ചെവിയെ പൂവൊക്കെ കുത്തി താറും വാച്ചി രാമായണവും വായിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ ചോദിച്ചു, ഇതെന്നാ കാര്യം? അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, ഡൈവേഴ്സായിപ്പോയി. അവനിപ്പോ കൊച്ചിൻ്റെ പടവും ഭാര്യയുടെ പടവും വെച്ചോണ്ട് ഇങ്ങനെ രാമായണത്തിനൊപ്പം പൂജിച്ചോണ്ടിരിക്കുക. അവന് മറക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കുഴപ്പമാണ്. അവന് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അമ്മ വെളിയിലായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞ കൂട്ട് ഒരു യൂസ്ലെസ് ഫെല്ലോ ആയിരുന്നു. തിന്നുക, കുടിക്കുക, ഇങ്ങനെ ഇരിക്കുക. അമ്മ വെളിയിൽ പോയി ജോലി ചെയ്തു കാശുണ്ടാക്കി ഇവനെ ഈ പൈലറ്റ് ആകാനൊക്കെ പഠിപ്പിച്ചു. അത് ഫെയിലിയറായി. നാട്ടിൽ വന്നിട്ട് ഈ ഇതുണ്ടല്ലോ അഡിക്ഷൻ, ഡ്രിങ്ക്സ് മാത്രമല്ല ബാക്കിയുള്ള അഡിക്ഷൻ. പിന്നെ വളരെ മിടുക്കിയായിരുന്നു, BSc പാസ്സായതാണ്, റാങ്കോടുകൂടി പാസ്സായതാണ്. അവിടെ മനസ്സിലായി ഇവരുടെ കൂടെ ഒരു കൊച്ചുമായി.
നല്ല ഡൈവേഴ്സായി അവള് വേറെ B.Ed ഒക്കെ പഠിച്ചൊരു ജോലി കിട്ടി. ഡൈവേഴ്സായി അവള് വേറെ പോയി കല്യാണം കഴിച്ചു. അപ്പൊ ഈയിടെ അതിനുണ്ടായ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ കല്യാണമാണ്. അത് നല്ലതായിട്ട് നടത്തി. അവൻ രണ്ടാമത് കല്യാണം കഴിച്ചില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച താമസിപ്പിച്ചു. ചില സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ. ആദ്യം ചോദിച്ച ചോദ്യം, എടാ നിനക്ക് നാണമില്ലേ? ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്റെ കുഴപ്പം കൊണ്ട് പോയിട്ട് പിന്നെ അവിടെ എത്രയോ പെൺപിള്ളേർ നീ വേറെ കല്യാണം കഴിക്കണം. ഞാനാണെ വേറെ 2 കൂടെ കല്യാണം കഴിച്ചേനെന്ന് പറഞ്ഞു. ഞാൻ ജാഷൻ തന്നെ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. കല്യാണം കഴിച്ച് ഇപ്പൊ സുഖമായിട്ട് താമസിക്കുന്നു. ഖത്തറിൽ 1-ാം തരം ജോലിയുണ്ട്. വേറൊരു പെണ്ണിനെ, ഒരു ടീച്ചറെ കല്യാണം കഴിച്ചു. അത് ഇത് ഡൈവേഴ്സ് ആയതാണ്. ഒരു കുഴപ്പവുമില്ല. നല്ല രീതിയിൽ പോകുന്നു. അപ്പം ഒന്ന് ഫെയിലിയർ ആകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഫെയിലിയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തതിൽ നന്നാകുന്നതും ഉണ്ട്. പറ്റിയല്ലെങ്കിൽ ബൈ ബൈ പറയുക, വേറെ പണി നോക്കുക. അത് തന്നെ കാര്യം. വേറെ പിള്ളേരൊന്നും ഇല്ലെങ്കിൽ, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയിട്ട് അവരുടെ ഭാവിയും കൂടെ നോക്കണം. ഇപ്പൊ ഒരുപാട് പെൺപിള്ളേരുണ്ട് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചോണ്ടും പോയിട്ട് പലയിടത്തും വെളിയിലൊക്കെ പോയിട്ട് അവൾമാരെ ഉപദ്രവിച്ചിട്ട് അവൾമാർ എങ്ങനെയും നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഡൈവേഴ്സിന് കൊടുത്തിട്ട് അവൾ വേറെ തിരിഞ്ഞ് 1-2 പിള്ളേരൊക്കെ ആയി. പൈസ അയച്ചു കൊടുക്കുകയല്ല, ഒരു ഫോൺ പോലും പിടിക്കുക. ഇങ്ങനെ ഒരുപാട് കേസുണ്ട് ഇപ്പം. പണ്ടത്തെ കൂട്ടല്ല. പണ്ട് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. നമ്മുടെ കാലത്ത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, നമ്മൾ അതങ്ങ് ജീവിച്ചങ്ങ് തീർക്കുക. ഭാര്യയ്ക്കാണേലും ഭർത്താവിനാണെങ്കിലും വേറെ കല്യാണം കഴിക്കാനായിട്ടൊരു താല്പര്യം വരികയില്ല. ഇപ്പം അങ്ങനെയല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറഞ്ഞു ഇഷ്ടമില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക, വേറെ കല്യാണം കഴിക്കുക, തീർന്നു. ഒരു കണക്കിന് അത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. ജീവിതകാലം മുഴുവൻ ഈ പാലം ചുമക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ബൈ പറയാം. അതുപോലും ഇല്ല. ഇതാണ് എന്നാ ഇപ്പം കല്യാണം കഴിക്കാതെ ഉള്ള നടപ്പല്ല. അതിനെന്നാ പറയാ, ലിവിങ് ടുഗദർ. പിള്ളേരും വേണ്ട, പെറുങ്ങണിയും വേണ്ട. ഇഷ്ടമുള്ളപ്പം ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിടാം. അതാണ് കൂടുതൽ. ഇപ്പം അത് ഇന്ത്യയിലോട്ടും വ്യാപിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഓരോരോ കാലത്തിന്റെ വികൃതിയാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ചില മണ്ണുണ്ണിമാരുണ്ട്, ഭാര്യയുടെ ചെലവിൽ ജീവിക്കാൻ 5 പൈസയും ചെയ്താതെ കിടന്നു കുറഞ്ഞ് ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലതൊക്കെ ഡിപ്രഷൻ ആയിരിക്കാം. ആണോന്ന് നോക്കണം. ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർ ശരിയാകും. അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ കൊടുത്താൽ ആളെ രക്ഷിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ വല്ലതും പറയാനോ ചേർക്കാനോ ഉണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, സമയമായി. സലീംകുമാർ ഡോക്ടർ, സാറിന് നന്ദി പറയണേ. ഇന്ന് നമുക്ക് സമയമായി. ഇനി ബാക്കി ഇതുപോലെ നല്ല ക്ലാസ് ആയിട്ട് സാർ ഉടനെ തന്നെ എത്തണം. സലീംകുമാർ ഡോക്ടറെ, എന്നെ ആരും ക്ലാസ് എടുക്കാൻ ഇല്ലാതെ വരുമ്പോഴാ എന്നെ സാധാരണ വിളിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്ട് കണ്ടുപിടിക്കും. അങ്ങനെയാ. സലീംകുമാർ ഡോക്ടർ ടൈപ്പ് എന്തോന്നു. ഷാജി കുടിയർ ഡോക്ടർ ഉണ്ടോ? ഷാജി കുടിയർ ഡോക്ടറെ കടന്നു കാണും. സാറ് ഓൺ ചെയ്തിട്ടുണ്ട്. എങ്ങാനും കടന്നുകൊണ്ടായിരിക്കും ചിലപ്പോ കാണുന്നത്. അതെ അതെ. ലതാ മനോഹർ അവിടെ ഇപ്പം ഒത്തിരി രാത്രിയായിട്ടുണ്ട്. 1:30 അങ്ങനെ സമയമായിട്ടുണ്ട്. ഷാജി കുടിയർ ഡോക്ടർക്ക്. ലതാ മനോഹരൻ ഡോക്ടർ, സാറിന് നന്ദി പറയണേ. നന്ദി പറയാമോ ഡോക്ടറെ? ഡോക്ടറെ വളരെ പ്രയോജനം. ഡോക്ടറുടെ ഓരോ ക്ലാസ്സിലെ ഓരോ കേസും ഓരോന്ന് പറയുമ്പോഴും നമുക്ക് ഒത്തിരി ഡെപ്തിലോട്ട് ഒരു മെഡിസിൻ മനസ്സിലാവുകയാണ്. ചില പോയിന്റ് ഒക്കെ നമുക്ക് അറിയാം. ഇതിനകത്ത് ഡോക്ടർ പറയുമ്പോഴേ നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്യും ആ മെഡിസിൻ. പക്ഷെ അതിനും അപ്പുറം ഡോക്ടർ ഓരോ മരുന്നിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കാണാത്ത പല പോയിന്റും ഡോക്ടർ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു വലിയ അസറ്റാണ്. ഇപ്പൊ ഇതിനകത്ത് പങ്കെടുത്ത് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇത് യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഡോക്ടർമാർ കാണുകയും അവർക്ക് എല്ലാവർക്കും ഡോക്ടറുടെ ഈ വിലയേറിയ ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. എനിക്ക് വളരെ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ആയിരിക്കും ഈ കൂട്ടത്തിലുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു. IFPSന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും
ഈ നല്ല ക്ലാസ് എടുക്കുകയും ഇനി ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളുമായിട്ട് തുടരെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും നന്ദി പറയുകയും നമസ്കാരം. എന്നെ കേട്ടുകൊണ്ടിരുന്ന നന്ദി എല്ലാവർക്കും എൻ്റെ ഉപക ഒരു നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. നന്ദി ലത ഡോക്ടറെ. എന്തായാലും സാറിന്റെ ജീവിത അനുഭവത്തിലൂടെ ലഭിച്ച എല്ലാ അറിവുകളും ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സാറിന്റെ സന്മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ സാറിലൂടെ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ അറിവുകൾ സാറിന്റെ കയ്യിലുള്ള എല്ലാ നോട്ട്സും ഞങ്ങൾക്ക് തരണം. വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കാനായിട്ട് വരണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1569 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.